ഒരു 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 ഡൗട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഉള്ള ഒരു കാര്യമാണ്. ഞാൻ പാസ്റ്ററാണ്. അപ്പം ഈ ഭാരത മാതാവേ എന്ന് വിളിച്ചത് ട്രോളായിട്ട്, പിന്നെ കമൻസായിട്ട്, സംശയമായിട്ട് പലരും ചോദിക്കുകയുണ്ടായി. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും പിന്നെ യൂട്യൂബിലൂടെ ഒക്കെ ആ വിഷയങ്ങളുണ്ടായി. അതിൽ സാരമില്ല ആ വിഷയം. പക്ഷേ എന്നോട് ഒന്നുകൂടെ പാസ്റ്റേഴ്സ് ചോദിച്ചു, എന്താ പാസ്റ്ററെ അങ്ങനെ സംസാരിച്ചെന്ന്. അപ്പോൾ എനിക്ക് അതിൻ്റെ കാര്യം മനസ്സിലായി. ഇതിൽ യഥാർത്ഥമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യം ഉണ്ട് എന്ന്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫേസ്ബുക്ക് കമൻറ്റിൻ്റെ അകത്ത് ഇങ്ങനെയായിരുന്നു, അവൻ ഭാരത മാതാവേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചെന്ന്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചില്ല. ഭാരത മാതാവേ അവിടം വരെ വന്നു, പക്ഷേ രക്ഷിക്കണേ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഇച്ചായൻ എഴുതി, ഇച്ചായൻ ശരിക്കും കേട്ടില്ല, ഒന്ന് കേട്ടേച്ച് എഴുതണം. കാരണം ഈ ഫേസ്ബുക്കിലൂടെ ഒക്കെ എഴുതുമ്പം അനേകർ വായിക്കുന്നതാ, മിസ്ലീഡ് ചെയ്യരുത്. ഈ ഭാരത മാതാവ് എന്ന കോൺസെപ്റ്റ് ആക്ച്വലി നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് രൂപപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. കാരണം നമ്മൾ പല നാട്ടുരാജ്യങ്ങളായിട്ട് ഇന്ത്യ വിഭജിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ഒരു ഒരുമിച്ച് ആളുകൾ നിൽക്കേണ്ട ഒരു സ്റ്റാൻഡ് പലപ്പോഴും ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കില്ലാതെ പോയപ്പോൾ ഒരു കോൺസെപ്റ്റ് രൂപീകരിച്ച ഒന്നാണ് നമ്മളെല്ലാവരും ഭാരതീയരെന്നും ഭാരത മാതാവ് നമ്മുടെ അമ്മയാണ്, എന്നാൽ ഇന്ത്യ നമ്മുടെ അമ്മയാണെന്നൊരു കോൺസെപ്റ്റ്, ഇന്ത്യ ഭൂമി നമ്മുടെ അമ്മയാണെന്നൊരു കോൺസെപ്റ്റ് ആ സമയത്ത് രൂപപ്പെട്ടു. ഇത് സ്വദേശി മൂവ്മെൻറ്റിൻ്റെ സമയത്താണ് ഉണ്ടാകുന്നത്. സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങരുത്, ഇന്ത്യക്കാരുടെ ഉൽപ്പന്നങ്ങൾ മാത്രമേ വാങ്ങാവൂ. അതാണ് സ്വദേശി മൂവ്മെൻറ്റ്. ഈ സമയത്താണ് ഇത് ആക്ച്വലായിട്ട് രൂപപ്പെട്ടിരുന്നത്. അപ്പം ഭാരത മാതാവ് എന്ന കോൺസെപ്റ്റ് ഇത് പിന്നെ ചിലർ ഹിന്ദു തലങ്ങളിലേക്കൊക്കെ അത് അവരുടെ ഭക്തിയുടെ ഭാഗമായിട്ട് എടുത്തവരുണ്ട്, അതല്ലാതെ എടുക്കുന്നവരുണ്ട്. ഞാനൊരു ഇന്ത്യൻ പൗരനാണ് എന്നുള്ള നിലയിലും എനിക്കുള്ള ഒരു ദേശസ്നേഹം എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള നിലയിലുമാണ് ഞാൻ ഭാരത മാതാവ് എന്നുള്ള കാര്യം ഞാൻ എടുത്തത്. അതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്, ഞാൻ ഈ കുറച്ച് സമയം ഡിഫൻസിലൊക്കെ ജോലി ചെയ്തപ്പം ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു 10-25 പ്രാവശ്യമെങ്കിലും ഭാരത മാതാ കീ ജയ് എന്നൊരു സ്ലോഗൻ ഞങ്ങളുടെ എല്ലാ ദിവസവും ചെയ്യുമായിരുന്നു. അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ BJP-ക്കാരും ഈ RSS, നമ്മൾ അവിടെ നിന്നപ്പം നമുക്ക് സംസാരിക്കേണ്ടത്, നമുക്ക് പ്രശ്നമുണ്ടായത്, നമുക്കെതിരായി നിൽക്കുന്ന BJP-ക്കാരും RSS ഒക്കെ ആയിരുന്നു അവിടെ. അവർക്ക് ദേശസ്നേഹം അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഭാഷയുടെ ഒന്നാണ് ഭാരത മാതാവേ കി ഭാരത മാതാവേ. അവർ സാധാരണഗതിയിൽ അത് ഉപയോഗിച്ച് അവർ ദേശസ്നേഹത്തെ അവർ പ്രകടിപ്പിക്കുന്നവരാണ്. അപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ശത്രുക്കൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. പോലീസുകാർക്ക് മനസ്സിലാകില്ല. നമുക്ക് മനസ്സിലാകേണ്ടത് BJP-ക്കാർക്കും RSS-കാർക്കാണ്. നിങ്ങൾക്ക് മാത്രമല്ല ഇതൊക്കെ അറിയാവുന്നത്, ഞങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും ദേശസ്നേഹമുണ്ട്. പക്ഷേ അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറഞ്ഞ് ഒച്ച വെച്ചു. അതിൻ്റെ അകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത്. അതിനുശേഷം 2 വർഷം 11 മാസം 18 ദിവസം എടുത്തതിന് ശേഷമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയതും പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അത് അമെൻമെൻ്റ് ആക്കിയത് ഈ 2 വർഷം 11 മാസം 18 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇത് അമെൻമെൻറ്റ് ചെയ്ത് 26 ജനുവരി 1950 ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭരണഘടന സംവിധാനം നിലനിർത്തിയത്. ഇതൊരു ചക്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം ഇന്ത്യ പ്രവർത്തിക്കാൻ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം നമ്മുടെ ഭാരതം ചലിക്കുവാൻ. അതിൽ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരൻ ഉണ്ടായിരുന്ന ഡോക്ടർ BR അംബേദ്കർ ആണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ചെയർമാനായിട്ട് BR അംബേദ്കറും 299 മെമ്പേഴ്സ് കൂടിയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭരണഘടന ഇന്ത്യക്ക് എഴുതി നൽകി. 26 ജനുവരി 1950 നമ്മൾ അതിനെ നമ്മൾ നടപ്പിലാക്കി. അത് നമ്മൾ ഒരു റിപ്പബ്ലിക്കൻ കൺട്രി എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നതും അതിൻ്റെ മുന്നിൽ വേണം ഒരു രാജ്യം ചലിക്കുവാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് എല്ലാ മതങ്ങൾക്കും ആർക്കും നമ്മളുടെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും ഉള്ള അവകാശമുണ്ട്. അത് എഴുതിയത് മെയിൻ ചെയർമാനായിരുന്ന BR അംബേദ്കർ ആണ്. അപ്പോൾ ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ മുന്നിൽ നിന്നവരോട്, ഞങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടേ, ഞങ്ങളുടെ ഭരണഘടന ഇത് കാണാൻ പഠിച്ചിരിക്കുന്ന സാധനമല്ല,
അതിലാണ് നമ്മുടെ രാജ്യം ഓടേണ്ടത്. അത് ഈ ഭരണഘടന തകർക്കുന്നവൻ അവൻ രാജ്യദ്രോഹിയാ. ഭരണഘടനയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവൻ രാജ്യദ്രോഹിയാ. പാകിസ്ഥാൻകാർ മാത്രമല്ല രാജ്യദ്രോഹികൾ, ഇന്ത്യക്കകത്തും രാജ്യദ്രോഹം ഉണ്ടാകാം. ഞങ്ങൾ രാജ്യദ്രോഹികളല്ല എന്ന് പറഞ്ഞ് രാജ്യദ്രോഹം ചെയ്യുന്നവരോട് ഒരു കാര്യം പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് BR അംബേദ്കറും കൂട്ടരും എഴുതി തന്ന ഒരു ഭരണഘടനയുണ്ട്. അതിൽ ഞങ്ങളുടെ മൗലിക അവകാശമാണ് ഞങ്ങൾ ആരാധിക്കുക എന്നുള്ളത് നിങ്ങൾ കേൾക്കണം, നിങ്ങൾ അറിയണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു. ജാലിയൻ വാലാബാഗിലെ രക്തസാക്ഷികളെ, നമുക്കറിയാം രക്തസാക്ഷികളൊന്നും അവിടെ ഇല്ല, ആരും കേൾക്കാനും പോകുന്നില്ല. പക്ഷെ കേൾക്കേണ്ട ആളും ഇന്ന് നിപ്പുണ്ട്. ഏപ്രിൽ 13, 1919 ജാലിയൻ വാലാബാഗ് പഞ്ചാബിൽ സമാധാനപരമായ മീറ്റിംഗ് കൂട്ടിക്കൊണ്ടിരുന്ന 1000-ലധികം ജീവിതങ്ങളെ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് വെടിവെച്ചു വീഴ്ത്തി രക്തസാക്ഷികളായി തീർന്ന ജാലിയൻ വാലാബാഗ്, അതൊരു ഇൻസിഡന്റ്. അതുപോലെ എത്രയോ ഇൻസിഡന്റ്. അവരൊക്കെ ജീവൻ പണയം വെച്ച് കൗണ്ടർലെസ് ആയി എണ്ണുവാൻ കഴിയാത്ത ജീവിതങ്ങൾ നമുക്ക് നേടിത്തന്ന ഒന്നാണ് ഈ സ്വാതന്ത്ര്യമെങ്കിൽ അത് ഞങ്ങൾക്ക് ആരാധിക്കുവാനും അതിൽ സ്വാതന്ത്ര്യമുണ്ട്. അതിനെ കൈകടത്തുന്നവർ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് എതിരായി തന്നെ നിൽക്കുന്നവരാ. അതിലൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ പറയാൻ ഞങ്ങൾക്കൊരു പേടിയുമില്ല. കാരണം സ്വാതന്ത്ര്യം നമ്മുടെ മൗലിക അവകാശമാണ്. അത് പറയാനും അതിനുവേണ്ടി നിലനിൽക്കുവാനും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള അവകാശമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചർച്ചക്കാരൊക്കെ ഇത് അറിയണം. നമ്മൾ ശക്തരായി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കണം. പിന്നെ ചിലർക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ ന്യൂജൻ ജനറേഷൻ ചർച്ച് എന്നുള്ളത് ചിലർക്കൊരു പ്രശ്നമാണ്. അത് ഞങ്ങളുടെ പ്രശ്നമല്ല. ആ പ്രശ്നമുള്ളവർ നിങ്ങൾ സ്വയമായിട്ട് ആ വിഷയം കൈകാര്യം ചെയ്യണം. ഈ പ്രശ്നം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഓൾഡ് ജനറേഷനോടും പ്രശ്നമില്ല, ന്യൂ ജനറേഷനോടും പ്രശ്നമില്ല. ലോർഡ്, ഞങ്ങൾക്ക് സ്വസ്ഥമായി ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ചില കാര്യം ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് BJP-ക്കാരോടും RSS-കാരോടൊക്കെ എതിർപ്പാണോ? ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. ഞങ്ങളുടെ പ്രശ്നം കഴിഞ്ഞൊരു പിന്നത്തെ ഞായറാഴ്ച അത് ആ കവാടത്തിൽ വെച്ച് ആ പ്രശ്നം അവിടെ തീർന്നു. അവിടെ കൊണ്ട് ഞങ്ങളുടെ പ്രശ്നം തീർന്നു. ഞങ്ങൾക്ക് ആരോടും എതിർപ്പില്ല, ഞങ്ങൾക്ക് ആരോടും ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾക്ക് BJP-ക്കാരോട് എതിർപ്പില്ല, RSS-കാരോട് എതിർപ്പില്ല. നിങ്ങളുടെ തത്വസംഹിതയിൽ കാര്യങ്ങൾ ചെയ്യുക, പക്ഷേ ഭരണഘടനയ്ക്കകത്ത് നിന്ന് ചെയ്യണം. ഇത് ഭരണഘടനയ്ക്കകത്ത് നിന്ന് അത് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, ഇന്ത്യ ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കണമെന്ന ആഗ്രഹമൊന്നും നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രവും അല്ല. ഇന്ത്യയിൽ അനേക മതങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നത്. നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏതു മതം പ്രചരിപ്പിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഭാരതത്തിലെ ജനങ്ങൾ ഭാരതത്തിലെ ഒരു സമ്പൂർണ്ണ പരമാധികാരിയ സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി രൂപപ്പെടുന്നതിനും അതിനെ എല്ലാ പൗരന്മാർക്കും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി, ചിന്ത, അഭിപ്രായം, വിശ്വാസം, മതവിശ്വാസം, ആരാധന എന്നിവയിലെ സ്വാതന്ത്ര്യം, പദവിയിലും അവസരങ്ങളിലും സമത്വം എന്നിവ ഉറപ്പാക്കുന്നതിനും വ്യക്തിയുടെ മഹത്വവും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കാനുമുള്ള സൗഹൃദം എല്ലാവരിലും വളർത്തുന്നതിനും ഞങ്ങളുടെ ഭരണഘടനയിൽ 1949 നവംബർ 26 ഈ ഭരണഘടന സ്വീകരിക്കുകയും നിയമമാക്കുകയും ഞങ്ങൾക്ക് തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ തുടങ്ങുന്നത്. ഇത് നമ്മളുടെ പിള്ളേരെല്ലാം സോഷ്യൽ സ്റ്റഡീസിൻ്റെ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു പക്ഷേ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പൗരബോധമുള്ളവരും അവകാശബോധമുള്ളവരും നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ നിൽക്കുന്നവരുമാകണം. സത്യം നമ്മുടെ പക്ഷത്തെങ്കിൽ ആ സത്യത്തിന് വേണ്ടി നിൽക്കാൻ ദൈവം നമുക്ക് ചങ്കുറപ്പ് തന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട്
ഞങ്ങൾക്ക് ആരാധിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ്. അതാര് തടഞ്ഞാലും ഞങ്ങൾ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ സ്തേഫാനോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ കല്ലെറിഞ്ഞു. പക്ഷേ സ്തേഫാനോസ് പ്രസംഗം നിർത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. കല്ല് വന്നു, പക്ഷേ സ്തേഫാനോസിന്റെ പ്രസംഗം സ്തേഫാനോസ് നിർത്തിയില്ല. സ്തേഫാനോസ് ദൈവത്തിന്റെ ദൂതന്മാരുടെയൊക്കെ മുഖം കണ്ട് പ്രസംഗിച്ച് മരിച്ച് ഒരു ശക്തനായ ഒരു രക്തസാക്ഷിയായി 1-ാം നൂറ്റാണ്ടിൽ തീർന്നെങ്കിൽ, ഞാനൊരു കാര്യം പറയുകയാണ്, ആരാധനയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ചങ്കൂറ്റത്തോടെ നിൽക്കുവാൻ മരണം മുന്നിൽ നിൽക്കേണ്ടി വന്നാലും അതിൽ ഒരു തൊല്ല് പോലും പുറകോട്ട് പോകാതെ നിൽക്കുവാനുള്ള ഒരു ദൈവകൃപ നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയട്ടെ. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നും ഈ പലപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ആരാധനയുടെ മധ്യ കയറി അടിച്ച് തകർത്ത്, ചെറിയ കൂരകളൊക്കെ തകർത്ത്, എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ രാജ്യത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഭാരതമ്മയോട് ചോദിച്ചത്, ഞങ്ങളുടെ സ്വാതന്ത്ര്യം എവിടെ? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ഞങ്ങൾ ആരാധിക്കുന്ന പാവപ്പെട്ടവർക്ക്, നോർത്ത് ഇന്ത്യയിൽ തകരുന്നവർക്ക്, അവർക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം എവിടെ? എത്രയോ ദൈവദാസന്മാരെ അടിച്ചു കൊന്നു, എത്രയോ കുടുംബങ്ങളെ അനാഥമാക്കി കളഞ്ഞു, എത്രയോ സഭകൾ തകർത്ത് കളഞ്ഞു, എത്രയോ വിശ്വാസികളെ ബലം പ്രയോഗിച്ച് ഘർ വാപസി എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോയി. ഇതിൻ്റെ ഒന്നും ന്യായം ഭരണഘടനയിലില്ല. ഹല്ലേലൂയ. ഇതിൻ്റെ ഒന്നും ന്യായം ഭരണഘടനയിലില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ ചെയ്യുന്നവരോട് ഭരണഘടന എപ്പോഴും വിയോജിപ്പാണ് കാണിക്കുന്നത്. നിയമങ്ങൾ വിയോജിപ്പാണ് കാണിക്കുന്നത്. ഇവരൊക്കെ നിയമം കയ്യിലെടുക്കുന്നവരാണ്. പ്രിയരെ, ഒരു കാര്യം ഞാൻ പറയാം, എപ്പോഴും എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് അനുകൂലമാകണമെന്നില്ല. പക്ഷേ അനുകൂലത്തിലും പ്രതികൂലത്തിലും നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ഈ സമാധാനത്തിൽ നമുക്ക് കൈയടിച്ച് ആരാധിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് സമാധാനമില്ലാത്തപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതും അതിനേക്കാൾ വലിയൊരു കാര്യമാണ്. അതിനാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇനി വേറൊരു കാര്യം പറയാം, നമ്മുടെ സഭയല്ല, കേരളത്തിലെ ഏത് സഭ അടിക്കാൻ പൊളിച്ചാലും ഞങ്ങൾക്ക് ഈ വീര്യം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. കേരളത്തിലെ ഏത് സഭയെ തൊട്ടാലും, നമ്മൾ ഏതെങ്കിലും ഒരു സഭയെ തകർത്തിട്ടുണ്ടോ? നമ്മൾ ഏതെങ്കിലും ഒരു അമ്പലമോ, നമ്മൾ ഏതെങ്കിലും ഒരു പള്ളിയോ, നമ്മൾ ഏതെങ്കിലും ഒരു ആരാധനാലയോ പെന്തിക്കോസുകാർ ഇതുവരെ അടിച്ചു തകർത്തതായിട്ട് ഹിസ്റ്ററി ഉണ്ടോ? നമ്മൾ ആരുടെയും മന്ദിരമോ, ആരുടെയും പള്ളിയോ, ആരുടെയും മതസ്ഥാപനമോ ഒന്നും നമ്മൾ ഇതുവരെ തല്ലിപ്പൊളിച്ചിട്ടില്ല. തല്ലിപ്പൊളിക്കുന്നവർക്ക് വ്യക്തമായ അജണ്ടകളുണ്ട്. അവർക്കറിയാം ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധരെന്നും അവർ ഉള്ളിൽ രാജ്യദ്രോഹികളെന്നും അവർക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അത് പറയുന്നതിൽ അതിന് വ്യക്തമായി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതനുസരിച്ച് നമ്മുടെ രാജ്യം ചലിക്കണം. ചലിച്ചേ മതിയാവൂ, ചലിച്ചേ മതിയാവൂ, ചലിച്ചേ മതിയാവൂ. ഭാരതമെന്ന ഒരു രാജ്യം സ്ഥിരമായി നിൽക്കണമെങ്കിൽ എല്ലാ മതക്കാരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുവാൻ പഠിക്കണം. ഒരു മതത്തെ ഇല്ലാതാക്കിയിട്ടോ, ചിലരെ തകർത്ത് കളഞ്ഞിട്ടോ, ചില ആരാധനാലയങ്ങൾ തകർത്തിട്ടോ അല്ല, ഇന്ത്യ ഭാരത മാതാവേ കീ ജയ് എന്ന് വിളിക്കുവാൻ എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ട് വിളിക്കണം. അവർക്ക് മാത്രമേ അങ്ങനെ ഒരു പദം ഉപയോഗിക്കാൻ യോഗ്യതയുള്ളൂ. ഹല്ലേലൂയ. ഇത് ഭാരത മാതാവ് എന്ന കാര്യത്തിൽ ഡൗട്ടുള്ളവർക്കും ദേശസ്നേഹത്തെക്കുറിച്ച് ഡൗട്ടുള്ളവർക്കൊക്കെയും സമർപ്പിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് ആരോടും പരിഭവമില്ല, ഞങ്ങൾക്ക് ആരോടും പ്രയാസമില്ല, ഞങ്ങൾക്ക് ആരോടും സങ്കടമില്ല. ഞങ്ങൾക്കിട്ട് ഒരടി തന്നാൽ ഞങ്ങൾ തിരിച്ചടിക്കുന്ന ആൾക്കാരല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞങ്ങൾക്ക് സഭയ്ക്ക് അകത്ത് കയറി വന്ന് അടിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. വെളി വന്ന് ഞങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞങ്ങൾ തലയൊക്കെ താഴ്ത്തി ഞങ്ങൾ വേദന കൊണ്ട് അപ്പുറത്ത് നിന്ന് വേറെ സുവിശേഷം പറയും. പക്ഷേ സഭയ്ക്കകത്ത് കയറി കളിക്കരുത്, അതിഷ്ടമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമില്ല. നിങ്ങളുടെ വീട്ടിൽ കയറി കളിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അല്ല. അതുപോലെ ഞങ്ങളുടെ വീടാണ് സഭ, അതിനകത്ത് കയറി കളിക്കുന്നത് ഇഷ്ടമല്ല. അതിനകത്ത് ലോർഡ് ഞങ്ങളുടെ അടുത്ത് വന്ന് കളി കാണിക്കാൻ വരരുത് എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമാണ്.
ഞങ്ങൾക്ക് നിങ്ങളോട് ഒത്തിരി ആദരവാണ്. ആമേ, ഞങ്ങൾക്ക് BJP-ക്കാരും RSS-കാരൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. ആമേ ലോർഡ്, ഞങ്ങൾ അവരെയൊക്കെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഞങ്ങൾ ആദരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ ഹൃദയം മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആമേ ലോർഡ്, ഇനി ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങൾ ഇനി ഉണ്ടാവരുത്, ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനി ഉണ്ടാവരുത് എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇവര് നമ്മുടെ സഭയ്ക്കെതിരായിട്ട് നിന്നുകൊണ്ട് കേരളത്തിൽ നല്ലൊരു യൂണിറ്റി ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. അപ്പം ചില കാര്യങ്ങളൊക്കെ ചിലരൊക്കെ ചെയ്യുമ്പം ഒരു സൈഡിൽ എന്താണ്, ഒരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശത്രുമണ്ഡലം നമുക്കെതിരായിട്ട് തിരിഞ്ഞാൽ അതിൽ നന്മകൾ ഉണ്ടാവും. ഞങ്ങൾക്ക് വന്ന പ്രയാസത്തിനും ഞങ്ങൾക്ക് വന്ന സങ്കടത്തിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് അതിൻ്റെ അത് പരാതിയില്ല. പക്ഷേ ഞങ്ങൾ ചില പരാതികൾ കൊടുത്തിട്ടുണ്ട്. അത് നിയമവശം, അത് രാജ്യത്തിൻ്റെ ഒരു പാർട്ട്. അത് സംഗതി അങ്ങനെ പോയാലേ നിയമം എന്ന ട്രാക്കിൽ കൂടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. നിങ്ങളൊരു പ്രത്യേക ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സഭ, നമ്മൾ ആരാധന, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കൃത്യമായി വീഡിയോ എടുക്കണം. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ കരങ്ങളിൽ വീഡിയോ എടുത്ത് ആ വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ വ്യക്തിക്കെതിരായി നമ്മൾ കേസ് കൊടുക്കണം. നമ്മൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരായിട്ടൊന്നും കേസ് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. നമ്മൾ ആര് നമ്മുടെ സഭയെ അടിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നു, വ്യക്തിപരമായി അറിഞ്ഞ് നിയമത്തിൻ്റെ വഴിക്ക് നമ്മൾ ചെയ്യണം. നമുക്ക് വ്യക്തമായ പ്രൂഫ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ശരിയായ വീഡിയോകൾ നിങ്ങൾ എടുക്കുക, ഫോട്ടോകൾ നിങ്ങൾ എടുക്കുക. എന്നിട്ട് നിയമപരമായി അവർക്ക് വേണ്ടി നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുക. കാരണം അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ അവർ നാളെ വന്ന് പ്രശ്നങ്ങളുണ്ടാകും. നാളെയും സഭകളെ പൊളിക്കും, നാളെയും പ്രശ്നങ്ങളുണ്ടാകും. നമ്മളത് ആഗ്രഹിക്കുന്നില്ല. സഭയെല്ലാം സമാധാനത്തോടെ പോകണം. നമുക്കറിയാമല്ലോ, പെന്തിക്കോസുകാർ ആരെയും അടിക്കുന്നവരല്ല, ആരെയും തൊഴിക്കുന്നവരല്ല. പെന്തിക്കോസുകാർക്ക് ക്രിക്കറ്റ് കുത്തിയാൽ ഒന്നും മിണ്ടാത്തവരാണ് പെന്തിക്കോസുകാർ. അതുകൊണ്ട് വെറുതെ ഈ പാവപ്പെട്ട ആളുകളുടെ പുറത്ത് ലോഡ് ഒന്ന് കാണിക്കരുത്. ഞങ്ങൾ ആരാധിച്ച് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കരുത്. ഞങ്ങൾ വേറെ കാര്യമൊന്നും അവിടെ പറഞ്ഞില്ല. ഞങ്ങൾക്ക് പെൻഷൻ വേണമെന്ന് പറഞ്ഞില്ല, ഞങ്ങൾക്ക് കാശ് വേണമെന്ന് പറഞ്ഞില്ല, ഞങ്ങൾക്ക് അരി വേണമെന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾക്ക് ആരാധിക്കണം. ഞങ്ങളുടെ ഒറ്റയൊരു ഡിമാൻഡ്. അതേ ഉള്ളൂ. ആ ഒരു സീൽ, ആ ഒരാഗ്രഹം, ആ ഒരു ഊർജ്ജതത്വം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നിങ്ങളത് കീപ്പപ്പ് ചെയ്യണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ചിലർക്കൊക്കെ നമ്മൾ ഒപ്പോസ് ചെയ്ത് ഇഷ്ടപ്പെട്ട്, ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. മീഡിയയിലൊക്കെ നമുക്ക് കാണാം, ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ആരാധിക്കുന്നത് ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കുക. കർത്താവ് നിങ്ങളെ കൃത്യമായി സഹായിക്കട്ടെ. നമ്മൾക്കിന്നൊരു വചനം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം, അതിൻ്റെ 10-ാമത്തെ വചനം. ലൂക്കോസിന്റെ സുവിശേഷം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഈ ദിവസങ്ങളിലൊക്കെ TV-യിൽ ഒരു കാര്യം കാണുന്നുണ്ട്. നമ്മൾ മതപരിവർത്തനം ചെയ്യുന്നു. ഞാൻ മഹാരാഷ്ട്രയിൽ കർത്താവിൻ്റെ വേല ചെയ്ത്, ഞങ്ങൾ ആരുടെയും മതം മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ അവരുടെ മനസ്സിലേക്ക് യേശുവിനെ കൊടുത്തു. അവർ യേശുവിനെ മനസ്സിലാക്കി. യേശു അവരുടെ ജീവിതത്തിൻ്റെ വിമോചകനും രക്ഷിതാവുമെന്ന് മനസ്സിലായപ്പോൾ അവർ യേശുവിനെ ഹൃദയത്തിൽ പേറി. അവരും പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധിക്കണം. ഇതല്ലാതെ ഞങ്ങൾ ആരും മതപരിവർത്തനം നടത്തുന്നില്ല എന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ 10,000 രൂപ കൊടുത്ത് ഇവിടെ ഇരുത്തിയിട്ട് അവനെ കൈയടിപ്പിച്ചിട്ട് എന്ത് പ്രയോജനം? ഞങ്ങൾക്ക് അങ്ങനെ ആരുടെയും കൈയടി കിട്ടാനുള്ള ഒരു സ്ഥലമല്ല ഇത്. ഞങ്ങൾ ഹൃദയത്തിൽ നിന്നും ദൈവത്തെ കൈയടിച്ച് ആരാധിക്കുന്ന ഒരു സ്ഥലം. അത് അങ്ങനെ ആകണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ യേശു കയറണം. യേശു കയറിയവൻ എവിടെയും ദൈവത്തെ ആരാധിക്കും. യേശു കയറിയവൻ എവിടെയും ദൈവത്തെ സ്തുതിക്കും. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ഞങ്ങൾ സ്തുതിക്കുന്നതാണ്. അത് ഹിന്ദുവും സ്തുതിക്കും, മുസൽമാനും സ്തുതിക്കും,
ആമേ പാഴ്സികളും സ്തുതിക്കും, ആർക്കും സ്തുതിക്കാം, ആർക്കും അനുഭവിക്കാം. ആമേ അല്ലാതെ ഞങ്ങൾ ഒരു മനുഷ്യനെയും ഞങ്ങൾ മതപരിവർത്തനം ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം പറയുന്നു, ഒരു മനുഷ്യനിൽ ഏകദേശം ലഹിയോൻ 6000-ഓളം പിശാച് കൂടിയ ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ ഒരു ദിവസം യേശുവുമായി കണ്ടുമുട്ടുന്നു. അവൻ കല്ലറകളിൽ കിടന്നുറങ്ങുന്നു. അവന് വസ്ത്രങ്ങളില്ല. അവൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, ജോലികൾ നഷ്ടപ്പെട്ട് തകർന്ന ഈ മനുഷ്യൻ സ്വബോധമില്ലാതെ തന്നെത്താൻ പീഡിപ്പിച്ചുകൊണ്ട് ചെങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട് ഒരു ഭീകരനെ പോലെ രാജ്യത്തോടി നടക്കുമ്പോൾ ഒരു ദിവസം യേശുവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. യേശു അവൻ്റെ പ്രശ്നത്തെ അറിഞ്ഞ് അവൻ്റെ ഉള്ളിൽ കിടന്ന ദുഷ്ടാത്മാവിനെ ശാസിച്ച് വെളിയിലാക്കിയപ്പോൾ അവന് സുബോധം വന്നു. അവൻ ഒരു കാര്യം ചോദിച്ചു, ഞാനും അങ്ങയുടെ കൂടെ വരട്ടെ, ഞാനും അങ്ങയുടെ കൂടെ പോരട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ മനുഷ്യൻ അതല്ലാതെ എന്ത് ചോദിക്കും? മതം മാറ്റുമെന്ന് പറഞ്ഞവർ ഒരു കാര്യം മനസ്സിലാക്കണം. തൻ്റെ ജീവിതത്തെ പിടിച്ചു കെട്ടിയ പിശാചിൽ നിന്ന് സ്വതന്ത്രമാക്കിയെങ്കിൽ ആ പിശാച് സ്വതന്ത്രമാക്കിയ ആ ദൈവത്തെ അവൻ ആരാധിക്കുന്നതിൽ, അവൻ ഫോളോ ചെയ്യുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? അതിന് മതപരിവർത്തനം എന്നല്ല പറയുന്നത്. ഇന്നാരെങ്കിലും യേശുവിനെ ആരാധിക്കുന്നെങ്കിൽ ജീവിതത്തിന്റെ കലുഷിതമായ പ്രശ്നങ്ങളിൽ ആർക്കും വിടുവിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളുടെ മധ്യേ മനുഷ്യൻ യാത്രയായപ്പോൾ അവൻ ദൈവത്തെ വിളിച്ചപ്പോൾ യേശു അവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. യേശു അവന്റെ ജീവിതത്തെ തൊട്ടു. യേശു അവന്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തി. അവൻ ചോദിക്കുന്നു, ഇതല്ലാതെ മറ്റൊരു ദൈവത്തെ ഞാൻ എന്തിനാരാധിക്കണം? എൻ്റെ പ്രശ്നങ്ങളിൽ മൗനമായിരുന്ന, എൻ്റെ വേദനകളിൽ മൗനമായിരുന്ന, എൻ്റെ കണ്ണീരിൽ മൗനമായിരുന്ന ഒരു ദൈവത്തെ ഞാൻ എന്തിനാരാധിക്കണം? ഞാൻ വിളിച്ചപ്പോൾ വിളി കേട്ട, എൻ്റെ കണ്ണീരിനെ തുടച്ച, എന്നെ സഹായിച്ച, എന്നെ രക്ഷിച്ച ആ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ഞാൻ എന്തിനു സ്തുതിക്കണം? അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജീവിതങ്ങളുണ്ട് ഇന്ത്യയിൽ. അതിന് മതപരിവർത്തനം എന്നല്ല പറയുന്നത്. നിങ്ങൾ കർവാപ്പസി നടത്തിയാലും കുഞ്ഞെ, ഇത് കർവാപ്പസി നടക്കില്ല. കാരണം അവന്റെ ഉള്ളിൽ യേശു ഉണ്ട്. ഹല്ലേലൂയ. ചിലരെയൊക്കെ ബലമായി പിടിച്ച് അവരെ അനേക വില്ലേജിൽ നിന്നും വെളിയിലാക്കി. ഇതാണോ കർവാപ്പസി? ഇതാണോ കർവാപ്പസി? ഒരു മനുഷ്യൻ വിശ്വസിക്കുന്ന അവന്റെ ദൈവത്തിൽ നിന്നും അവനെ ബലമായി പിടിച്ചകത്തി, അവനെ പച്ചവെള്ളം പോലും കൊടുക്കാതെ, സ്വന്തം കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ സമ്മതിക്കാതെ, സ്വന്തം വില്ലേജിലെ കടകളിൽ നിന്നും സാധനം മേടിക്കാൻ സമ്മതിക്കാതെ അവനെ ഒറ്റപ്പെടുത്തി നിർത്തുന്നതാണോ കർവാപ്പസി? ഹല്ലേലൂയ. അവന്റെ ജീവിത പ്രശ്നങ്ങളിൽ അവനോട് കൂടെ ചേർന്ന് നിന്ന ഒരു ദൈവത്തെ അവൻ ആരാധിക്കുവാൻ, അവൻ വിശ്വസിക്കുന്ന ദൈവത്തെ, അനുഭവിച്ച ദൈവത്തെ, വിടുവിച്ച ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് നമുക്കുണ്ട്. ഹല്ലേലൂയ. സഹോദരൻ, ഞങ്ങളെ പൊട്ടന്മാരാക്കരുത്. ഒരു ഉറച്ച ഭരണഘടനയുടെ മുന്നിൽ നിന്നും ചങ്കുടപ്പോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ജനതയുടെ മുന്നിൽ കയ്യാങ്കളി കളിക്കരുത്. അതിന് ഭാരതത്തിലെ ഭരണഘടന, നിയമസംഹിത അനുവദിക്കുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് മോദി. ആരാ? മോദി. വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കൂട്ടർ നടത്തുന്ന കർവാപ്പസി അത് ശരിയല്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ അനുഭവിച്ച ഒരു വ്യക്തി, ആ വ്യക്തി ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ ഭൂതബാധിതനായി മനുഷ്യൻ സ്വതന്ത്രമായപ്പോൾ ചോദിച്ച, ഞാനും അങ്ങയോട് കൂടെ വരട്ടെ, ഞാനും അങ്ങയോട് കൂടെ വരട്ടെ. സഹോദര, മതം മാറ്റം എന്ന് പറയുന്നത് ഇതാ. ആർക്കും വിടുവിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളുടെ മുന്നിൽ നിന്ന മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് വിടുവിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാനും നിന്നെ അനുധാവനം ചെയ്യട്ടെ. ഇതാണോ മതപരിവർത്തനം? ഹല്ലേലൂയ. ഞങ്ങൾ ആരെയും മതപരിവർത്തനം ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ലോർഡ്, ചാകാത്തതിനെ ഒന്നെടുത്ത് നമ്മൾ ഇവിടെ വെക്കരുത്. നമ്മൾ ജീവിക്കുന്നതിനെ എടുത്ത് ഇവിടെ വെക്കണം. ഹല്ലേലൂയ. സക്കേവൂസ് എന്നൊരു മനുഷ്യൻ, ഈ മനുഷ്യന് ഒരാഗ്രഹം,
യേശുവിനെ ഒന്ന് കാണണം. യേശുവിനെ ഒന്ന് കാണണം. അവൻ ഈ ആഗ്രഹം ഉള്ളിൽ വെച്ച് അവൻ നടക്കുക. പക്ഷേ അവന് ചുറ്റും പ്രതികൂലം. യേശുവിനെ അവന് കാണുവാൻ കഴിയുന്നില്ല. ഞാനൊരു കാര്യം പറയാം. അമ്മേ, നിന്റെ ഉള്ളിൽ ദൈവികമായ ആഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തും. നിന്റെ ഉള്ളിൽ ദൈവത്തോട് ചേരുവാനുള്ള, ദൈവത്തെ കാണുവാനുള്ള, ദൈവത്തെ അറിയുവാനുള്ള അമ്മേ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തും. അമ്മേ, ഈ ഒരു മനുഷ്യന്റെ ജീവിതത്തെ അമ്മേ വ്യത്യാസപ്പെടുത്തിയത് ഒരാഗ്രഹമാണ് എൻ്റെ യേശുവിനെ എനിക്കൊന്ന് കാണണം. അമ്മേ, ഇന്നാരെങ്കിലും യാഥാർത്ഥ്യമായ ആഗ്രഹത്തോടെ ഇന്ന് സഭയിൽ വന്നിട്ടുണ്ടെങ്കിൽ അമ്മേ, നിന്റെ ജീവിതം ഇന്ന് വ്യത്യാസപ്പെടും. അമ്മേ, കാരണം ദൈവം ഇന്ന് നിന്റെ ആഗ്രഹത്തെ ഇന്ന് മാനിക്കും. ദൈവത്തെ ആഴമായി അറിയുവാനും ദൈവികമായ അമ്മേ ദർശനങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാര്യം നീ ഓർത്തോ. അമ്മേ, ദൈവം എന്തൊക്കെയോ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. അമ്മേ, ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവികമായ ചില ആഗ്രഹങ്ങളെ ദൈവം ഇംപാർട്ട് ചെയ്യുന്ന ഒരു ദിവസമാണ്. ദൈവികമായ ചില സ്വപ്നങ്ങളെ, ദൈവികമായ ചില കാര്യങ്ങളെ അമ്മേ ദൈവം നമുക്ക് ഇംപാർട്ട് ചെയ്യുന്ന ഒരു ദിവസമാണ്. 2, നിന്റെ ഉള്ളിൽ ദൈവിക സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു എഫേർട്ട് എടുക്കണം. ഹല്ലേലൂയ. ദൈവികമായ സ്വപ്നങ്ങളിലും ദൈവികമായ ലക്ഷ്യങ്ങൾക്കും ആവശ്യമായ ഒരു കാര്യമാണ് അധ്വാനം. ഒരു എഫേർട്ട് നമുക്കുണ്ടാവണം. ഈ എഫേർട്ട് ഇല്ലാതെ ദൈവികമായ സ്വപ്നങ്ങൾ പോലും ഫലവത്താവുക പ്രയാസമാണ്. യേശു 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഒരു ആത്മീകമായ എഫേർട്ടാണ്. ഈ എഫേർട്ട് എടുത്ത് സക്കേവൂസ് എന്ത് ചെയ്തു? മരത്തിന്റെ മുകളിൽ കയറി. നിന്റെ ആത്മീകമായ എല്ലാ എഫേർട്ടുകൾക്കും പ്രതിഫലമുണ്ടെന്ന് നീ ഓർക്കണം. ഹല്ലേലൂയ. നീ ആത്മീകമായി നീ ഉപവസിക്കുന്നതും നീ പ്രാർത്ഥിക്കുന്നതും വചനം വായിക്കുന്നതും ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നതും ആമേ ദൈവത്തിന്റെ ഒരു ശബ്ദത്തിന് കാരണമായി തീരും. ദൈവത്തിന്റെ ഒരു അറ്റൻഷൻ നിന്നിലേക്ക് വരുവാൻ കാരണമായി തീരും. അമ്മേ, അനേക ജീവിതങ്ങൾ അവിടെ ചുറ്റി നിന്നപ്പോൾ, അനേക ജീവിതങ്ങൾ യേശുവിന് ചുറ്റും നിന്നപ്പോൾ ആരെയും നോക്കാതെ ഒറ്റയൊരു മനുഷ്യനെ ദൈവം നോക്കി മരത്തിന്റെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു, സക്കായിയെ. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? എഫേർട്ട് എടുത്ത ഒരു മനുഷ്യൻ, അധ്വാനിച്ച ഒരു മനുഷ്യൻ, നിലനിന്ന ഒരു മനുഷ്യൻ, ആഗ്രഹിച്ച ഒരു മനുഷ്യൻ മരത്തിന്റെ മുകളിൽ നിൽക്കുന്നത് കണ്ട് യേശു പറഞ്ഞു, സക്കായിയെ, നീ ഇറങ്ങി വരിക. ഞാനൊരു ദൂത് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടുകൾക്ക് ദൈവം പേര് ചൊല്ലി ഒരു പ്രതിഫലം ദൈവം തരും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവരാജ്യത്തിനു വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഓരോ ആഗ്രഹങ്ങൾക്കും ഓരോ എഫേർട്ടുകൾക്കും ദൈവം നിങ്ങൾക്ക് ആമേ ഒരു റിവാർഡ് തരുവാൻ മതിയായവനാണ്. ആമേ, യേശു സക്കായിയെ ആദരിക്കാൻ ആഗ്രഹിച്ചു. എന്തിനാണെന്ന് അറിയാമോ? ആമേ, സക്കായി എടുത്ത ആമേ അവന്റെ ചില നിലപാടുകൾക്ക്, സക്കായി എടുത്ത ചില എഫേർട്ടുകൾക്ക്, അധ്വാനങ്ങൾക്ക് ആമേ ദൈവം പ്രതിഫലം കൊടുക്കുവാൻ ആഗ്രഹിച്ചു. എന്താണെന്നറിയ പ്രതിഫലം? സക്കായി, ഇന്ന് നിന്റെ ഭവനത്തിൽ ഞാൻ വരുവാൻ ആഗ്രഹിക്കുക. മറ്റാരുടെയും ഭവനത്തിൽ ഞാൻ എത്തുന്നില്ല. എഫേർട്ട് എടുത്തവന്റെ ഭവനത്തിൽ, കഷ്ടപ്പെട്ടവന്റെ ഭവനത്തിൽ എന്നെ കാണുവാൻ ആഗ്രഹിച്ചു മരത്തിൽ കയറി നിന്നവൻ, എക്സെപ്ഷണലായി നിന്നവന്റെ മേൽ ആമേ ഞാൻ പറയുകയാണ്, നിന്റെ ഭവനത്തിൽ ഞാൻ വരും. ഹല്ലേലൂയ. ആമേൻ. ഒരു കാര്യം മാത്രം പറഞ്ഞു ഞാൻ നിർത്തട്ടെ. ആമേൻ ലോർഡ്, നിന്റെ എക്സെപ്ഷണലായ ആമേൻ ലോർഡ് നിന്റെ എഫേർട്ടുകൾക്ക് ആമേൻ ദൈവം ഒരു റിവാർഡിങ് തരും. ദൈവം ഒരു പ്രതിഫലം തരും. ആമേൻ. ഈ മനുഷ്യന് ദൈവം കൊടുത്ത ഒരു പ്രതിഫലം എന്താണെന്ന് അറിയാമോ? സക്കായിയുടെ കുടുംബത്തിന് ദൈവം രക്ഷ കൊടുത്തു. രണ്ടാമത് ദൈവം ഒരു കാര്യം പറഞ്ഞു, ആമേൻ ലോർഡ്, എൻ്റെ പുസ്തകത്തിൽ ഞാൻ ഇവന്റെ കഥ എഴുതും. തലമുറകൾ അറിയുമാറ്, തലമുറകൾ ഗ്രഹിക്കുമാറ്, തലമുറകൾ പഠിക്കുമാറ് ഒരു പാഠമാക്കി സക്കായിയെ ഞാൻ മാറ്റും. സക്കായിൽ നിന്ന് നാം എന്ത് പഠിച്ചു? ഇന്ന് ഒരു കാര്യം ഓർക്കുക. അമ്മേ, ഞാൻ എൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന എൻ്റെ എഫേർട്ടുകൾക്ക് ദൈവം ഒരു പ്രതിഫലം നൽകും. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ആമേ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന എല്ലാവർക്കും, ജയ് വിളിച്ച സർവർക്കും, കരമുയർത്തിയ സർവർക്കും, കരഞ്ഞ സർവർക്കും ആമേൻ ദൈവം പ്രതിഫലം നൽകും. ഹല്ലേലൂയ. ഞാൻ കോളേജിൽ ഞങ്ങൾ പഠിച്ചപ്പം ഒരു സമരം നടത്തി പാസ്റ്ററെ.
അത് ഞങ്ങൾക്ക് ഉഴുവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് വണ്ടിയില്ല. ഒരു ദിവസം വണ്ടി കണ്ട് പിറ്റേ ദിവസം വണ്ടിയില്ല. ഒരു ദിവസം ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ ചാടി ഞങ്ങൾ ഈ അവിടുത്തെ വലിയൊരു ഹൈവേ ഉണ്ടായിരുന്നു. ഹൈവേ ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അപ്പം പിള്ളേരെല്ലാം ഈ ഞായറാഴ്ച ചാടിയതുപോലെ അന്ന് ചാടിയത്. ലോർഡ്. അപ്പം അന്ന് ഞാൻ പഠിച്ചു, സമരം നടത്തുമ്പോൾ ഇങ്ങനെ സമരം നടത്തണം. പ്രൈസ് ലോർഡ്. അപ്പം ദൈവം നമ്മളെ മുന്നോട്ടൊരു കാര്യം ചെയ്യാൻ എല്ലാത്തിനും പഠിപ്പിക്കും. പ്രൈസ് ലോർഡ്. സ്കൂളുകളിൽ പിള്ളേർ പഠിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് പ്രയോജനപ്പെടും. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നാം നിൽക്കണം. പ്രൈസ് ലോർഡ്. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നാം നിൽക്കണം. നമ്മുടെ അവകാശങ്ങൾ നാം ചോദിച്ചു വാങ്ങണം. നമ്മുടെ അവകാശങ്ങളിൽ കൈവച്ചാൽ അരുതേ എന്ന് പറയണം. പൗലോസിയോ പറഞ്ഞു, ഞാൻ റോമൻ പൗരൻ, എന്തിനെന്നെ അടിക്കുന്നു? ചോദിക്കാൻ പഠിക്കണം. പ്രൈസ് ലോർഡ്. അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. പെന്തിക്കോസ്തുകാർക്ക് ഒരു കുഴപ്പമുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ. അവരെഴുതും, പക്ഷേ അവർ പ്രതികരിക്കില്ല, പറയില്ല. ഈ ഒരു ഇച്ചാൻ ഫേസ്ബുക്കിൽ എനിക്ക് എഴുതി. ഞാൻ രാത്രി 12 മണിയായപ്പോഴാണ് കണ്ടത്. കണ്ട ഉടനെ ഞാൻ ഇച്ചാനെ വിളിച്ചു. ഇച്ചാൻ വാഴൂക്കാരനാണ്, ചിലപ്പോൾ നമ്മളെ കാണുന്നുണ്ടായിരിക്കും. അച്ഛന് ന്യൂജൻ ജനറേഷൻ ചർച്ചിനോടൊക്കെ വലിയ എതിർപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു, ന്യൂജൻ ജനറേഷനുള്ള എല്ലാവരും ഞങ്ങൾ ഇതൊക്കെ അങ്ങ് മാറി. ഞങ്ങൾ പ്രാർത്ഥനയും വേണ്ട, പള്ളിയും വേണ്ട, പട്ടക്കാരനും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വഴിയിലോട്ട് നിങ്ങൾ പൊക്കോട്ടെ. അച്ഛന് ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു, ഇച്ചാ ഈ പ്രശ്നമൊക്കെ ഉണ്ടായപ്പം അച്ഛൻ ഇത്ര എഴുതിയില്ലോ. ഞാൻ ചോദിച്ചു, ഇച്ചായ ഒരു വാക്ക് പ്രാർത്ഥിച്ചോ? ഇച്ചാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചോ? അത് പോട്ടെ, ഇച്ചാൻ ഈ സാധനം എഴുതുന്നതിന് മുമ്പ് ദൈവത്തോട് ഒരു വാക്ക് ചോദിച്ചോ? ഞാൻ എഴുതുന്നത് ശരിയാണോ? ഞാൻ ചെയ്യുന്നത് നല്ലതാണോ? ഞാനൊരു കാര്യം പറയാം. ഒത്തിരി പേര് വിമർശിക്കാൻ കാണും, ഒത്തിരി പേര് എതിർക്കാനും കാണും. എന്നാൽ സത്യത്തിനു വേണ്ടി നിലനിൽക്കുന്നവർ വളരെ ചുരുക്കം. ദൈവം നിങ്ങൾക്ക് ബലം നൽകട്ടെ. ഈ ദിവസങ്ങളിൽ സക്കായിയെ പോലെ മരത്തിൽ കയറാൻ ഒരു ധൈര്യം തരട്ടെ. ഒരു എഫേർട്ട് എടുക്കാൻ ദൈവം നിങ്ങൾക്കൊരു കൃപ തരട്ടെ. ലോർഡ്. ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവരാജ്യത്തിനു വേണ്ടി യഥാർത്ഥമായി നിലകൊള്ളുന്നവരെയാ. യഥാർത്ഥമായി നിലകൊള്ളുന്നവരെ, അനുകൂലതകളിൽ ആരാധിക്കുന്നവരെ മാത്രമല്ല, പ്രതികൂലത്തിലും ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് യഥാർത്ഥമായി ചോദിക്കുന്നുണ്ട്, ഇനി അടുത്ത ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് പള്ളിയിൽ കർത്താവേ ഇങ്ങനൊരു പ്രശ്നം കിട്ടിയാൽ എനിക്കൊരു ഫോൺ കോൾ കിട്ടണം, ഒരു റൂട്ട് മാപ്പും കിട്ടണം. ഞാൻ ഉടനെ അവിടെ എത്തും. പ്രൈസ് ലോർഡ്. ഞാൻ ഉടനെ അവിടെ എത്തും. പ്രൈസ് ലോർഡ്. കാരണം നോർത്ത് ഇന്ത്യ കേരളമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നോർത്ത് ഇന്ത്യയിലെ അനീതികൾ കണ്ട് അത് കേരളത്തിൽ നടക്കാൻ സമ്മതിക്കരുത്. അത് കേരളത്തിൽ നടക്കാൻ സമ്മതിക്കരുത്. ഞങ്ങളുടെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തിൽ നിന്നും ഞങ്ങൾക്ക് ആരാധിക്കാനുള്ള നട്ടലുണ്ട്. ഇത് എത്ര എവിടെ ഇല്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ പെരുവഴിയിൽ നിന്ന് ആരാധിച്ചു പോകും. 3 മണിക്കൂർ 4 മണിക്കൂർ അവിടെ ബ്ലോക്ക് ആവും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല, ഉത്തരവാദിത്വം സർക്കാരിൻ്റെയാണ്. ഞങ്ങൾക്ക് ആരാധിക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ധൈര്യമുണ്ടെന്ന് ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരുടെ ഒന്നും കൈ പൊങ്ങിയില്ല. ഇച്ചായ കൈ പൊങ്ങി എന്ന് പറഞ്ഞേ. നമ്മൾ ഈ പറയല്ലേ പ്രധാനമന്ത്രി പറയല്ലേ, അതുപോലെ തന്നെ നമ്മൾ പറയണം യേശുക്കി. ശരിയായില്ല, യേശുക്കി. അത് പറയണം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ലോർഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും കരങ്ങൾ തട്ടി നമ്മുടെ അഭിഷേകത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം.